ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 സിറ്റുവേഷൻസ്: ഒന്ന് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, രണ്ടാമത്തെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, മൂന്നാമത്തേത് റിട്ടയർമെൻറ്റ്, ആൻഡ് ഫോർത്ത് വൺ എന്താണ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഈ 4 സിറ്റുവേഷൻസിലും എന്ത് വരും? പാർട്ട്ണർഷിപ്പ് ഫേമിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ വരും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെങ്ങനെയാണെന്നുള്ളതും ചെറിയൊരു രീതിയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഇനി നമുക്ക് അതിൽ വിശദമായിട്ട് ഓരോ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാണെന്ത്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണറെ ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെൽക്കം ചെയ്യുന്നു. അതാണ് എന്ത്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത്. അഡ്മിഷൻ നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വരും. അത് മെയിനായിട്ട് വ്യത്യാസം വരുന്നത് എവിടെയാണ്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. പിന്നെയും ഒരുപാട് കാര്യങ്ങളുടെ ഡിവിഷനിൽ വ്യത്യാസം വരും. സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ് അല്ലേ? അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് പ്രധാനമായിട്ടും നമ്മളോട് നോക്കുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ കാര്യമാണ്. ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നൊക്കെ ഉള്ളതാണ്. ആ സിറ്റുവേഷൻസ് ആണ് നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നോക്കിക്കോളൂ. When a new partner is admitted, he acquires his share in profits from the old partners. In other words, on the admission of a new partner, the old partners sacrifice a share of their profit in favor of the new partner. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എവിടെ നിന്നാണ് അക്വയർ ചെയ്യുന്നത്, എടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് എന്താണ്? ഒരു ന്യൂ പാർട്ട്ണറെ നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഒരു ഷെയർ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ അത് ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. So the profit sharing ratio among the old partners will change, and there is a need to ascertain new profit sharing ratio among all the partners. ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ദോശയുണ്ടെന്ന് വിചാരിക്കുക. റൗണ്ട് ഷേപ്പിലുള്ള ഒരു ദോശയുണ്ട്. നിങ്ങൾ 2 ആളുകൾ കൂടി ആ ദോശ കഴിക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും എങ്ങനെ കഴിക്കുക? പകുതിയാക്കും ആ ദോശയെ അല്ലേ? എന്നിട്ട് ഒരു ഭാഗം ഒരാൾ കഴിക്കും, അടുത്ത ഭാഗം ഒരാൾ കഴിക്കും. അതായത് 1/2 ഒരാളും 1/2 അടുത്ത ആളും കഴിക്കും. 1:1 ആണ് നിങ്ങൾ ദോശ ഡിവൈഡ് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത്. അത് അങ്ങനെ കഴിക്കാൻ തീരുമാനിച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ നിന്നൊരു കഷ്ണം ആ സുഹൃത്തിന് കൊടുക്കും. ആ സുഹൃത്തിന് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. വേണമെങ്കിൽ ആ ദോശയെ കൃത്യമായ 3 ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഭാഗം ഓരോരുത്തർ എടുക്കാം. അപ്പൊ എങ്ങനെയായിട്ട് മാറും? ആ ദോശയെ 2 ഭാഗമാക്കി മാറ്റുന്നതിന് പകരം 3 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റേഷ്യോ വരിക? 1:1:1. അതായത് 1/2 കിട്ടിയിരുന്നിടത്ത് 1/3 ആണ് ആർക്ക് കിട്ടുള്ളൂ? ഒരു പാർട്ട്ണർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല അയാൾ പറയണ എനിക്ക് ഇത്ര വലിയ കഷ്ണം വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1/3 ആക്കേണ്ട ആവശ്യം അപ്പൊ വരില്ല. 1/3 ആവും, പക്ഷെ എന്നാലും എന്ത് വരില്ല? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണ്ട. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ വേണമെങ്കിൽ അയാൾക്ക് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് ഈക്വൽ ആയിട്ട് 2 പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആവുക എന്നുള്ളതാണ് അല്ലേ? അതായത് 1:1 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരുന്നതെങ്കിൽ 1:1:1 മാറുമ്പോൾ 1/2 എന്നുള്ള റേഷ്യോ 1/3 ആക്കിയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിലും എന്ത് സംഭവിക്കാം? ഈ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ റേഷ്യോ ചേഞ്ച് ആയി എന്ന് വരാം. അപ്പൊ അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എല്ലാ പാർട്ട്നേഴ്സിന്റെ ഉള്ളിൽ എഴുതും. അതായത് എന്താണ്? ഈ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിന്റെ മാത്രമല്ല, പുതിയതായി നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണറുടെ റേഷ്യോ അടക്കം പുതിയ റേഷ്യോ എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. New ratio depends upon how does the new partner acquires his share from the old partners, for which there are many possibilities. പുതിയ റേഷ്യോ എങ്ങനെ വേണമെങ്കിലും പുതിയ പാർട്ട്ണർക്ക് അക്വയർ ചെയ്യാം. അത് എന്തെങ്കിലും അയാൾ എങ്ങനെയായിരിക്കും അക്വയർ ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമായിട്ട് വാങ്ങിക്കാം. ഇപ്പൊ 2 പേര് ഇരുന്ന് ദോശ ഡിവൈഡ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് വന്നു. വന്നത് ഇപ്പൊ ഇരിക്കുന്ന 2 പേര് പേര് എ ബി എന്നാണെങ്കിൽ ബിയുടെ സുഹൃത്താണ് വന്നതെങ്കിൽ ചിലപ്പോൾ ബിയുടെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കും അയാൾ ഷെയർ വാങ്ങുന്നുണ്ടാവുള്ളൂ, ആ ദോശയുടെ ഷെയർ വാങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പൊ എക്ക് 1/2 കൃത്യമായിട്ട് 1/2 തന്നെ കിട്ടും.
ബിയുടെ ഷെയറിൽ നിന്ന് ഒരു ഷെയർ ആർക്ക് കൊടുക്കേണ്ടി വരും? സിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അത് ഒരേപോലെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ പല രീതിയിലും അയാൾക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതേപോലെ തന്നെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നതിൽ നിന്ന് ഒരു ഭാഗം അവരെന്ത് ചെയ്യുന്നു? സാക്രിഫൈസ് ചെയ്യുന്നു. സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ത്യജിക്കുക അല്ലെ? അതായത് മറ്റൊരാൾക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നു. ആ ഉപേക്ഷിക്കുന്ന ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? ഈ പുതിയതായിട്ട് വരുന്ന പാർട്ട്ണർക്ക് കിട്ടുന്നത്. അത് പല രീതിയിലുണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അതിന്. പ്രധാനമായിട്ടും അതിൻ്റെ 5 പോസിബിലിറ്റീസ് ആണ് നമ്മൾ ഇല്ലുസ്ട്രേഷൻ വഴി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണിത്. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. Anil and Vishal are partners sharing profits in the ratio of 3:2. They admitted Sumit as a new partner for 1/5 share in the future profit of the firm. അനിൽ ആൻഡ് വിശാൽ ഇവർ രണ്ടുപേരുമായിരുന്നു ആദ്യത്തെ പാർട്ട്നേഴ്സ്. അവർ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തിരുന്ന റേഷ്യോ 3:2 ആയിരുന്നു. അവരാരെ അഡ്മിറ്റ് ചെയ്തു? സുമിത് എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. അയാൾക്ക് അവർ കൊടുക്കാമെന്ന് പറയുന്ന ഷെയർ എത്രയാണ്? 1/5 ഷെയർ. ഫ്യൂച്ചർ പ്രോഫിറ്റിന്റെ 1/5 ഷെയർ ആണ് കൊടുക്കാമെന്ന് പറയുന്നത്. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈ 3 പേരുടെയും കാണാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അനിലിന്റെയും വിശാലിന്റെയും അവർ രണ്ടുപേരുമാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾറെഡി ഓർഗനൈസേഷനിൽ ഉള്ള പാർട്ട്നേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. പുതിയതായിട്ട് ഓർഗനൈസേഷനിലേക്ക് വരുന്ന അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർക്ക് പറയുന്ന പേരാണെന്ത്? ന്യൂ പാർട്ട്ണർ. ഓൾഡ് പാർട്ട്നേഴ്സ് ആദ്യം ഡിവൈഡ് ചെയ്തിരുന്ന പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തിരുന്ന റേഷ്യോ എന്ന് പറയുന്നതാണ് ഓൾഡ് റേഷ്യോ. നോക്കിയ അനിലും വിശാലും ആദ്യം പ്രോഫിറ്റ് ഷെയർ ചെയ്തിരുന്ന റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:2. ഇവിടെ അനിലും വിശാലുമാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. 3:2 ആണ് എന്ത്? ഓൾഡ് റേഷ്യോ. അപ്പൊ അനിൽ ആൻഡ് വിശാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ഓക്കെ. ഇനി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ഏരിയ ഇതാണ് എന്ത്? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് കരുതുക. ഓർഗനൈസേഷന്റെ ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയും ഏരിയയാണ്. ഈ റെഡിൽ കാണുന്ന റെഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഏരിയയാണ് ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ 3:2 എന്ന് പറയുമ്പോൾ മൊത്തം എത്ര ഭാഗമാക്കി ഡിവൈഡ് ചെയ്യണം? 3 ഭാഗം അനിലിന് കൊടുക്കണം, 2 ഭാഗം വിശാലിന് കൊടുക്കണം. അപ്പൊ 5 ഭാഗം ഉണ്ടെങ്കിലല്ലേ 5 ഭാഗത്തിൽ 3 ഭാഗം അനിലിനും 2 ഭാഗം വിശാലിനും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ടോട്ടൽ ഈ പ്രോഫിറ്റിനെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അല്ലെ? 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇതിൽ ആദ്യത്തെ 3 ഭാഗം അനിലിനും പിന്നത്തെ 2 ഭാഗം ആർക്കാണ്? വിശാലിനുമാണ് കൊടുത്തിരുന്നത്. നോക്കി നോക്കൂ, വിശാലിനുള്ള ഭാഗം കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ റെഡിൽ കാണുന്ന ഭാഗം അനിലിന്റെ പോർഷൻ ആണ്. ബ്ലൂവിൽ കാണുന്ന ഭാഗം ആരുടെ പോർഷൻ ആണ്? വിശാലിന്റെ പോർഷൻ ആണ്. അനിലിന്റെ ഷെയർ എത്രയാണ്? 3/5. വിശാലിന്റെ ഷെയർ എത്രയാണ്? 2/5. മനസ്സിലായോ? ഓക്കെ. അവരെപ്പോ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്തു? പുതിയൊരു പാർട്ട്ണറെ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തു, സുമിത്തിനെ. അയാൾക്ക് കൊടുക്കാമെന്ന ഷെയർ എത്രയാണ്? 1/5 ആണ്. ടോട്ടൽ പ്രോഫിറ്റ് 5 ഭാഗമാണെങ്കിൽ അതിലൊരു ഭാഗം ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു? സുമിത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് 5 ഭാഗമാക്കിയാണ് ഡിവൈഡ് ചെയ്തിരുന്നത് അല്ലെ? അതുപോലെ 5 ഭാഗമാക്കുമ്പോൾ ആദ്യത്തെ ഈ ഭാഗം 1/5 ഇത് ആർക്കുള്ളതാണ്? സുമിത്തിനുള്ളതാണ്. 5 ഭാഗത്തിൽ ഒരെണ്ണം സുമിത്തിനുള്ളതാണ്. ബാക്കി എത്ര ഭാഗങ്ങളുണ്ട് നോക്കി നോക്കൂ. എത്ര ഭാഗമുണ്ട്? 4 ഭാഗം അല്ലെ? ഇത് സുമിത്തിന്റെ ഷെയർ ആണ്. ഇനി ബാക്കി 4 ഭാഗമുണ്ട്. 4/5 ശരിയല്ലേ? 1/5 സുമിത്തിന്റെ ഷെയർ ആണ്. പിന്നെ ഇവിടെ 4/5 ആണ് ഇനി ബാക്കിയുള്ളത്. അത് ആരുടെ ഭാഗമാണ്? മറ്റുള്ള 2 പാർട്ട്നേഴ്സിന്റെ അമിതിന്റെയും വിശാലിന്റെയും ഷെയർ ആണ്. ഓക്കെ. റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 4/5 ആണ്. നമുക്കിപ്പോ ഈ പിക്ചർ കണ്ടപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ശരിക്കും റിമൈനിങ് ഷെയർ കാണേണ്ടത്? ടോട്ടൽ പ്രോഫിറ്റ് 1 ആണ് എന്ന് കരുതാം. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 5-ലാണ് എല്ലാ ഇതും കൊടുത്തിട്ടുള്ളത് അല്ലെ? അതുകൊണ്ട് 5നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ടോട്ടൽ ആയിട്ട് എടുക്കാം. അപ്പൊ 1 എന്ന് പറയുമ്പോൾ 5/5 ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ 5/5-ൽ നിന്ന് 1/5 ആണ് ആരുടെ ഷെയർ എന്ന് പറയുന്നത്? സുമിത്തിന്റെ ഷെയർ എന്ന് പറയുന്നത്. 1/5 സുമിത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം എത്രയാണ്? 4/5 ആണ് അല്ലെ?
നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം 5ലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരെ ന്യൂമറേറ്ററുകൾ തമ്മിൽ കുറച്ചാൽ മതി. 5/5 എന്ന് പറയുന്നതിൽ നിന്ന് ഈ 5/5 എങ്ങനെയാ വന്നത് മനസ്സിലായോ? 1 ആണ് ടോട്ടൽ പ്രോഫിറ്റ് എങ്കിൽ 1 എന്ന് പറയുന്നത് 1/1 എന്ന് പറയുന്നത് 2/2 എന്ന് പറയുന്നത് 3/3 എന്ന് പറയുന്നത് 5/5 എന്ന് പറയുന്നത് എല്ലാം ആരെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? 1നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതിനെ എന്ത് എഴുതുന്നു? ഇവിടെ ഡിനോമിനേറ്റർ 5 ആയതുകൊണ്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് പറയുന്നു? 5/5 ആണ് 1 എന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നു. ഇതിൽ നിന്ന് 1/5നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കി കിട്ടുന്നതാണ് എന്ത്? 4/5. ഇതിന്റെ പിക്ചറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തത്. ടോട്ടൽ പ്രോഫിറ്റിനെ 5ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഈ 5ൽ ഒരു ഭാഗം ആരുടെ ഷെയർ ആണ്? സുമിത്തിന്റെ ഷെയർ ആണ്. ബാക്കി 5ൽ 4 ഭാഗം മറ്റു പാർട്ട്നേഴ്സിന്റെ ഷെയർ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? റിമൈനിങ് ഷെയർ വിൽ ബി ഡിവൈഡഡ് എമംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 3:2 ആയിരുന്നു അല്ലെ. 3:2ല് റിമൈനിങ് ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/5 ആണ്. അതെന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ നോക്കാം അനിലിന്റെയും വിശാലിന്റെയും പുതിയ ഷെയർ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് അനിലിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4/5 എന്ന് പറയുന്നത് റിമൈനിങ് ഷെയർ ആണ്, ബാക്കിയുള്ള ഷെയർ ആണ്. 4/5ന്റെ എത്ര ഭാഗമാണ്? 3/5. ഓൾഡ് റേഷ്യോ 3/5. 3/5 ആണ് അനിലിന്റെ പുതിയ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, 4/5 ഇൻറ്റു 3/5. നമുക്ക് ഇൻറ്റു അതുപോലെ എന്താണ് ഡിവിഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് നോക്കണ്ട? ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയാണോ, നോമിനേറ്റേഴ്സ് തമ്മിൽ മാത്രം ചെയ്താൽ മതിയോ എന്നൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ നോക്കുക, ഇതിന്റെ ആൻസർ എത്രയാ വരിക? 12/25. 4 ഇൻറ്റു 3 12. 5 ഇൻറ്റു 5 25. 12/25 ആണ് ന്യൂ ഷെയർ ഓഫ് അനിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ വരണം, 5 5 തന്നെ വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇവിടെ 4 ആയാലും 3 ആയാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അഡീഷനോ സബ്സ്ട്രാക്ഷനോ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തായിരിക്കണം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കണം. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ അതിലേക്ക് പോകുന്നതിന് മുൻപേ. അപ്പൊ 12/25 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അനിലിന്റെ ഷെയർ ആയിട്ട് ഇവിടെ കിട്ടുന്നത്, പുതിയ ഷെയർ കിട്ടുന്നത്. ഇനി നമുക്ക് ആരുടെ ഷെയർ കാണേണ്ടത്? വിശാലിന്റെ ഷെയർ ആണ്. വിശാലിന്റെ ഷെയർ എത്രയാണ്? 4/5ന്റെ 2/5. 2/5 ആണ് അയാളുടെ എന്ത്? ഓൾഡ് റേഷ്യോ. അപ്പൊ 2/5 കണ്ടുപിടിക്കുക. എങ്ങനെയാ വരിക? 4 ഇൻറ്റു 2 8 വരും. 5 ഇൻറ്റു 5 25 അല്ലെ. അപ്പൊ 8/25 ആണ് വിശാലിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സുമിത്തിന്റെ ഷെയർ തന്നിട്ടുണ്ട്. സുമിത്തിന്റെ ഷെയർ എത്രയാണ്? 1/5 ആണ്. അത് ഓൾറെഡി നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 1/5 ആണ് സുമിത്തിന്റെ ഷെയർ എന്ന് പ്രോബ്ലത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ 1/5 ആണ്. ആ 1/5 ബാക്കിയെല്ലാം കിടക്കുന്നത് എങ്ങനെയാണ്? 25ലാണ് അല്ലെ. ഡിനോമിനേറ്റേഴ്സ് വരുന്നത് 25ലാണ്. ഒരുപോലെ ആക്കിയാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു റേഷ്യോ പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ 1/5നെ നമുക്ക് എതിലേക്ക് മാറ്റാം? 25ലേക്ക് മാറ്റാം. മാറ്റാനായിട്ട് എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിനെ മാത്രം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അതേ സംഖ്യ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലാണ് ആ ഒരു ഭിന്നസംഖ്യയുടെ വാല്യൂ മാറാതെ നമുക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. 1/5 ഇൻറ്റു 5/5 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 5/25. ഇപ്പോ എല്ലാ പാർട്ട്നേഴ്സിന്റെയും ഡിനോമിനേറ്റേഴ്സ് എത്രയാണ്? 25 ആണ് കിടക്കുന്നത് അല്ലെ. 5/25 ആണ് ആരുടെ ഷെയർ? സുമിത്തിന്റെ ഷെയർ. 5/25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5ൽ 5 ഒരു പ്രാവശ്യം, 25ൽ 5 5 പ്രാവശ്യം. അപ്പോൾ റേഷ്യോ എത്രയായിട്ട് മാറി? 1/5 ആയിട്ട് മാറി. മനസ്സിലായോ? ഇതിലും വാല്യൂവിൽ യാതൊരു മാറ്റവും ഇവിടെ വരുന്നില്ല. 5/25 എന്ന് പറയുന്നതും 1/5 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സുമിത്തിന്റെ ഷെയർ നമുക്ക് ഇവിടെ കിട്ടി ഇല്ലേ. ഇനി എന്ത് ചെയ്യാം? ന്യൂ റേഷ്യോ നമുക്കൊന്ന് ഇവിടെ എഴുതി നോക്കാം. എത്രയാണ് വരുന്നത്? 12/25 is to 8/25 is to 5/25. നമുക്ക് എന്ത് നോക്കാം?
ഈ ഡിനോമിനേറ്റേഴ്സ് എഴുതണം നിർബന്ധമില്ല. റേഷ്യോ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, 12:8:5. അപ്പൊ ന്യൂ റേഷ്യോ നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയാണ്? 12:8:5. മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്തത് എന്നുള്ളത്? ടോട്ടൽ പ്രോഫിറ്റിൽ എങ്ങനെയായിരുന്നു? 5 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 പോർഷനിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ ആർക്ക് കൊടുത്തു? പുതിയ പാർട്ട്ണർക്ക് കൊടുത്തു. ബാക്കിയുള്ള പോർഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. 5 പോർഷനിൽ ഒരു പോർഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 4 പോർഷൻ ആണ് ഉണ്ടാവുക അല്ലെ? ആ 4 പോർഷൻ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 ആണ്. അപ്പൊ 4/5 ഇൻറ്റു 3/5 ചെയ്തപ്പോൾ നമുക്ക് അനിലിന്റെ റേഷ്യോ കിട്ടി, ഷെയർ കിട്ടി. അതേപോലെ 4/5 ഇൻറ്റു 2/5 ചെയ്തപ്പോൾ ആരുടെ ഷെയർ കിട്ടി? വിശാലിന്റെ ഷെയർ കിട്ടി. ഓക്കെ, പിന്നെ സുമിത്തിന്റെ ഷെയർ കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് വെച്ചു. ഒരുപോലെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? 5/25. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 12:8:5. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് പോകാം. Akshay and Bharati are partners sharing profits in the ratio of 3:2. They admit Dinesh as a new partner for 1/5 share in the future profit of a firm, which he get equally from Akshay and Bharati. Calculate new profit sharing ratio of Akshay, Bharati and Dinesh. അക്ഷയും ഭാരതിയുമായിരുന്നു ഓൾഡ് പാർട്ട്നേഴ്സ്. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 3:2. പുതിയൊരു പാർട്ട്ണറെ അവർ അഡ്മിറ്റ് ചെയ്തു. ന്യൂ പാർട്ട്ണർ ആരാണ്? ദിനേശ്. അയാൾക്ക് എന്താണ് കൊടുക്കുന്നത്? 1/5 ഷെയർ ആണ് അയാൾക്ക് കൊടുക്കുന്നത്. ഫ്യൂച്ചർ പ്രോഫിറ്റിന്റെ 1/5 ഭാഗമാണ് അവര് കൊടുക്കുന്നത്. അയാൾക്ക് ആ ഷെയർ കിട്ടുന്നത് എങ്ങനെയാണ്? അക്ഷയും ഭാരതിയും ഈക്വൽ ആയിട്ടാണ് ആ ഷെയർ അയാൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളോട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കൂ, ഇത് ടോട്ടൽ പ്രോഫിറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഈ ടോട്ടൽ പ്രോഫിറ്റിനെ 3:2 അക്ഷയും ഭാരതിയും ഡിവൈഡ് ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്താക്കി? 5 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തു. ഇതിൽ 3 ഭാഗം അക്ഷയിനും 2 ഭാഗം ഭാരതിക്കുമാണ്. ഈ 2 ഭാഗം നമുക്കൊന്ന് വേറെ മാറ്റി നിർത്താം. അക്ഷയന്റെ ഭാഗം ഗ്രീൻ കളറിലുള്ളതാണ്, ഭാരതിയുടെ ഭാഗം യെല്ലോ കളറിലുള്ളതാണ്. നോക്കാം, അക്ഷയന്റെ ഷെയർ എത്രയായിരുന്നു? 3/5. ഭാരതിയുടെ ഷെയർ എത്രയായിരുന്നു? 2/5. ഓക്കെ, ഇതിൽ നിന്ന് 1/5 ഷെയർ ആണ് നമ്മൾ ആർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്? പുതിയ പാർട്ട്ണറായ ദിനേശിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ആ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടാണ്. അതായത് അക്ഷയും ഭാരതിയും ഈക്വൽ ആയിട്ടാണ് 1/5 ഷെയർ ആർക്ക് കൊടുക്കുന്നത്? ദിനേശിന് കൊടുക്കുന്നത്. അപ്പൊ ദിനേശിന്റെ ഷെയർ 1/5 ആണ്, അത് ഈക്വൽ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു ഭിന്നസംഖ്യയെ ഈക്വൽ ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഹാഫ് കണ്ടാൽ മതി. ഇപ്പൊ 8 എന്ന് പറയുന്ന ഒരു സംഖ്യ പകുതി ഒരാളും പകുതി വേറൊരാളാണ് കൊടുക്കണേന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എങ്ങനെയാ കണ്ടത്? 4 ഭാഗം ഒരാളും 4 ഭാഗം വേറൊരാളുമാണ് കൊടുക്കുന്നത് അല്ലെ? എങ്ങനെയാണ് മനസ്സിലായത്? 8/2 ചെയ്തു. 8/2 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 1/2. അതാണ് 8/2 എന്ന് പറയുന്നത്. 8 ഇൻറ്റു 1 8/2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഇവിടെ 8 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യ അല്ല ഷെയർ ആയിട്ട് തന്നിരിക്കുന്നത്. പകരം എന്താണ്? 1/5 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയാണ് ഷെയർ ആയിട്ട് തന്നിരിക്കുന്നത്. അതിന്റെ 1/2 കാണുക. ഇൻറ്റു 1/2. 1/5ന്റെ 1/2 എങ്ങനെ കാണാം? 1 ഇൻറ്റു 1 1, 5 ഇൻറ്റു 2 10. ശരിയല്ലേ? ഇങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായോ? 10 എന്ന് പറയുന്ന ഒരു സംഖ്യയെ ഈക്വൽ ആക്കി മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 5 എന്ന് പറയുന്ന ഒരു സംഖ്യയായിട്ടും 5 എന്ന് പറയുന്ന വേറൊരു സംഖ്യയായിട്ടും മാറ്റും. എങ്ങനെയാണ് നമ്മൾ അത് ഈക്വൽ ആക്കിയത്? 10 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്തത്. 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 1/2 എന്നാണ് അതിനർത്ഥം. 1/2 ഹാഫ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഹാഫ് ആക്കി മാറ്റിയതിന്. അതേപോലെ 1/5നെ ഹാഫ് ആക്കി മാറ്റാൻ പറഞ്ഞാൽ 1/5 ഇൻറ്റു 1/2 എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1/10. ഓക്കെ, 1/10 ആണ് എന്ത്? ദിനേശിന്റെ ഷെയറിന്റെ പകുതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 1/10 ഭാഗം ആര് കൊടുത്തതാണ്? അക്ഷയ് കൊടുത്തതാണ്. 1/10 ഭാഗം അടുത്ത 1/10 ഭാഗം ആരാണ് കൊടുത്തിരിക്കുന്നത്? ഭാരതിയാണ് കൊടുത്തിരിക്കുന്നത്. 10 ഭാഗമാണ്. നേരത്തെ നമ്മൾ 5 ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ മൊത്തം ഷെയറിനെ 10 ഭാഗമാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു.
അപ്പൊ ഇവരെയൊക്കെ ഷെയർ ഇരട്ടിയായി. 3 ഉണ്ടായിരുന്നത് 6 ആയി, 2 ഉണ്ടായിരുന്നത് 4 ആയി. ഓക്കെ, 10 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ അക്ഷയന്റെ ഷെയർ, ഈ ഗ്രീൻ ഭാഗത്തു നിന്ന് ഒരു ഭാഗം ആര് കൊടുത്തു? അക്ഷയ് കൊടുത്തു. പിന്നെ ഈ യെല്ലോ ഭാഗത്തു നിന്ന് ഒരു ഭാഗം ആര് കൊടുത്തു? ഭാരതി കൊടുത്തു. ഓക്കെ, അക്ഷയ് 1/10 ഭാഗം കൊടുത്തു. ദെൻ ഭാരതി 1/10 ഭാഗം കൊടുത്തു. ക്ലിയർ ആണല്ലോ? നോക്കാം നമുക്ക് ഒന്നുകൂടെ. അവർ കൊടുത്ത ഭാഗങ്ങളാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്, സോറി റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അക്ഷയ് ഈ ഭാഗം കൊടുത്തു, ഭാരതി ഈ ഭാഗം കൊടുത്തു. അപ്പൊ എന്തായി? 1/10 1/10 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 2/10. 2/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5. ശരിയല്ലേ? 2/10 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എത്രയാണ്? 1/5 എന്നാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത്? ഇനി അക്ഷയിന്റെ ഇപ്പോഴത്തെ ഷെയർ എത്രയാണ്? 10ൽ 5 ഭാഗം. നോക്കി നോക്കിയേ, 10 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തപ്പോ അതില് 1 2 3 4 5 6 ഭാഗം ഉണ്ടായിരുന്നു. അതിൽ ഒരു ഭാഗം അക്ഷയ് കൊടുത്തു. അപ്പൊ ഇനി ബാക്കി എത്ര ഭാഗമായി? 10ൽ 5 ഭാഗമായി. ഇപ്പൊ ഭാരതിയുടെ ഷെയറോ? ഭാരതിയുടെ ഷെയർ 10ൽ 3 ഭാഗമായി. 10ൽ 4 ഭാഗം ഉണ്ടായിരുന്നു അല്ലെ ഭാരതിക്ക്. അതില് 4 ഭാഗത്തില് ഒരു ഭാഗം ആർക്ക് വിട്ടുകൊടുത്തു? ദിനേശിന് വിട്ടുകൊടുത്തപ്പോ ബാക്കി എത്ര ഭാഗമായിട്ട് മാറി? 10ൽ 3 ഭാഗമായിട്ട് മാറി. ഓക്കെ, ഈ ഒരു റെഡ് ലൈനിൽ കാണുന്ന പോർഷൻ ആണ് ആരുടെ ഷെയർ? ദിനേശിന്റെ ഷെയർ എന്ന് പറയുന്നത്. അത് എത്രയാണ്? 2/10. ക്ലിയർ അല്ലേ? ന്യൂ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? 5/10 അക്ഷയിന്റെ ഷെയർ ആണ്, അതാണ് ഒരു എലമെന്റ് വരുന്നത്. ഭാരതിയുടെ ഷെയർ 3/10 ആണ്, അതാണ് അടുത്ത എലമെന്റ് വരുന്നത്. ദിനേശിന്റെ ഷെയർ 2/10 ആണ്, അതായത് 5:3:2. ഇതാണ് എന്ത്? ന്യൂ ഷെയർ എന്ന് പറയുന്നത്. എന്താ ചെയ്തത്? നമ്മള് 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു പ്രോഫിറ്റിനെ. 1/5 ആണ് ആർക്ക് കൊടുക്കുന്നത്? ദിനേശിന് കൊടുക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈക്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ 1/5നെ പകുതിയാക്കിയപ്പോ നമുക്ക് കിട്ടിയത് എത്രയാണ്? 1/10 ആണ്. 1/10 ഭാഗം അക്ഷയും 1/10 ഭാഗം ഭാരതിയുമാണ് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 1/10 ഭാഗം കൊടുക്കുമ്പോ മൊത്തം 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത് മാറ്റി നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 6 ഭാഗം അക്ഷയിനും 4 ഭാഗം ഭാരതിക്കും. 3ഉം 2ഉം ഉണ്ടായിരുന്നത് 6ഉം 4ഉം ആയിട്ട് മാറി. വിലയിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല, ഉണ്ടോ? അതേ ഐറ്റത്തിന് തന്നെയാണ് നമ്മൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇരട്ടിയായിരിക്കും ഇവർക്ക് കിട്ടുന്ന ഷെയർ എന്ന് പറയുന്നത്. 10ൽ 6 ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം അക്ഷയ് കൊടുത്തു. അപ്പൊ അയാളുടെ ഭാഗം എത്രയായിട്ട് മാറി? 10ൽ 5 ആയിട്ട് മാറി. 10ൽ 4 ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം ആര് കൊടുത്തു? ഭാരതി കൊടുത്തു. അപ്പൊ അയാളുടെ ഷെയർ എത്രയായിട്ട് മാറി? 10ൽ 3 ആയിട്ട് മാറി. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ ദിനേശിന്റെ ഷെയർ ആയി. അത് എത്രയാണ്? 10ൽ 2 ഭാഗം. അപ്പൊ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് റേഷ്യോ പറയാൻ നമുക്ക് എളുപ്പമാണ്. ന്യൂ റേഷ്യോ ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 5/10 അക്ഷയന്റെ ഷെയർ ഇസ് ടു 3/10 ഭാരതിയുടെ ഷെയർ ഇസ് ടു 2/10 എന്ന് പറഞ്ഞാൽ 5:3:2. ക്ലിയർ ആയോ പറഞ്ഞത് എന്താണെന്നുള്ളത്? നമുക്ക് പക്ഷെ ഇങ്ങനെ പിക്ചർ ഒന്നും വെച്ചിട്ടല്ല ചെയ്യേണ്ടത് പ്രോബ്ലം. പകരം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ശരിക്കും അത് എഴുതിയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. സെയിം ഇല്ലസ്ട്രേഷൻ ആണ്. ന്യൂ ഷെയർ കാണുന്നതിനുള്ള ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. പഴയ ഷെയർ എത്രയാണോ അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? സാക്രിഫൈസ്. എത്രയാണ് അവർ വിട്ടുകൊടുക്കുന്നത് അത് കുറച്ചാൽ മതി. ഓക്കെ, അക്ഷയന്റെ ഷെയർ എങ്ങനെ കാണാം? അക്ഷയന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5 ആണ് അല്ലെ? 3/5ൽ നിന്നും എത്ര കുറയ്ക്കണം? 1/10 ആണ് അയാൾ സാക്രിഫൈസ് ചെയ്യുന്നത്. 1/10 കുറയ്ക്കണം. ഇവിടെ നോക്കി നോക്കിയേ, ഡിനോമിനേറ്റേഴ്സ് എല്ലാം രണ്ടും സെയിം അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. ഈ 10നെ 5ലേക്ക് ആക്കാൻ പറ്റില്ല, അങ്ങോട്ട് കൂട്ടാനേ പറ്റുള്ളൂ. 5നെ 10ലേക്ക് ആക്കാം, ചെയ്തൂടെ? 5നെ 10ലേക്ക് ആക്കണമെങ്കിൽ എന്ത് വേണം? ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ വാല്യൂ കൊണ്ട് തന്നെ ന്യൂമറേറ്ററേയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഖ്യയുടെ വാല്യൂവിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ന്യൂമറേറ്ററേയും ഡിനോമിനേറ്ററേയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയാണ് കിട്ടുന്നത് നോക്കി നോക്കൂ. 6/10 അല്ലെ? 3 × 2 6, 5 × 2 10. 6/10ൽ നിന്ന് എത്ര കുറയ്ക്കാനാണ് പറഞ്ഞത്? 1/10 കുറയ്ക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ? 5/10. നമ്മൾ നേരത്തെ പിക്ചറിന്റെ ഹെൽപ്പോട് കൂടി കണ്ടുപിടിച്ചതും ഇത് തന്നെയാണ് അല്ലെ? അക്ഷയന്റെ ഷെയർ 10ൽ 5 ആണ്. ഇനി നമുക്ക് ആരുടെ ഷെയർ നോക്കാം? ഭാരതിയുടെ ഷെയർ നോക്കാം. അതെങ്ങനെയാണ്? ഓൾഡ് ഷെയർ എത്രയാണ്? 2/5 ആണ്. 2/5ൽ നിന്ന് എത്രയാണ് കുറയ്ക്കുന്നത്? 1/10 ആണ് കുറയ്ക്കുന്നത്.
ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെയും 2 കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇൻറ്റു 2/2 എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? നോക്കി നോക്കാം. 4/10. 2 ഇൻറ്റു 2 4, 5 ഇൻറ്റു 2 10. 4/10ൽ നിന്ന് എത്ര രൂപ കുറയ്ക്കണം? 1/10 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 3/10. 10ൽ 3 ഭാഗം. നേരത്തെ പിക്ചർ ഓർമ്മയില്ലേ? 10ൽ 3 ഭാഗമാണ് ആരുടെ ഷെയർ എന്ന് പറയുന്നത്? ഭാരതിയുടെ ഷെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ദിനേശിന്റെ ഷെയർ എത്രയായിരുന്നു? 1/5. 1/5 എന്ന് പറഞ്ഞാൽ നമുക്കത് ഈ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഡിനോമിനേറ്റേഴ്സ് 10 കിടക്കുന്നത്. അപ്പൊ ഈ 10ലേക്ക് നമുക്ക് ഇതിനെ അങ്ങ് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2, ന്യൂമറേറ്ററെയും 2 ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 1 ഇൻറ്റു 2 2, 5 ഇൻറ്റു 2 10. 2/10 ആണ് ആൻസർ. അപ്പൊ പുതിയൊരു റേഷ്യോ നമുക്ക് അവിടെ കിട്ടി. എന്താണ്? 5/10 is to 3/10 is to 2/10. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? 5:3:2. ഓക്കെ, നമ്മൾ ഓൾറെഡി 2 ഇലിസ്ട്രേഷൻസ് കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. Anshu and Neetu are partners sharing profits in the ratio of 3:2. They admitted Jyoti as a new partner for 3/10 share which she acquired 2/10 from Anshu and 1/10 from Neetu. Calculate the new profit sharing ratio of Anshu, Neetu and Jyoti. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അൻഷുവും നീതുവുമാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതായത് ഓൾഡ് റേഷ്യോ 3:2 ആണ്. ജ്യോതി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. ആ പാർട്ട്ണർക്ക് 3/10 ഷെയർ ആണ് കൊടുക്കുന്നത്. ഈ 3/10 ഷെയർ ജ്യോതി എന്ന് പറയുന്ന ആള് അക്വയർ ചെയ്യുന്നത് 2/10 ഭാഗം അൻഷുവിന്റെ കയ്യിൽ നിന്നും 1/10 ഭാഗം നീതുവിന്റെ കയ്യിൽ നിന്നുമായിരുന്നു. തൊട്ട് മുൻപത്തെ ഇല്ലസ്ട്രേഷനിൽ നമ്മൾ കണ്ടത് എന്താണ്? ഈക്വൽ ആയിട്ട് 2 പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്നും അക്വയർ ചെയ്യുന്നു എന്നാണ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. കൂടുതൽ ഭാഗം അൻഷുവിന്റെ കയ്യിൽ നിന്നും കുറച്ച് കുറവ് ഭാഗം നീതുവിന്റെ കയ്യിൽ നിന്നുമാണ് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാന്ന് പറഞ്ഞാൽ അൻഷും നീതുവുമാണ് അല്ലേ. 3:2 ആണ് അവരുടെ റേഷ്യോ. അതായത് 3/5:2/5 അതാണ് അവരുടെ ഓൾഡ് റേഷ്യോ. ഓൾഡ് പാർട്ട്നേഴ്സ് വിത്ത് ഓൾഡ് റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ജ്യോതിയുടെ ഷെയർ 3/10 ആണ്. ഈ 3/10 അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 2/10 ആരുടെ കയ്യിൽ നിന്ന്? അൻഷുവിന്റെ കയ്യിൽ നിന്നും 1/10 നീതുവിന്റെ കയ്യിൽ നിന്നും. അപ്പൊ 2/10 പ്ലസ് 1/10 is equal to എത്ര വരും? 3/10. ഈ 3/10 ആണ് ആരുടെ ഷെയർ? ജ്യോതിയുടെ ഷെയർ. അതായത് 2/10 ഭാഗം അൻഷു സാക്രിഫൈസ് ചെയ്തു, 1/10 ഭാഗം നീതു സാക്രിഫൈസ് ചെയ്തു. അപ്പോഴാണ് 3/10 ഭാഗം ആർക്ക് കിട്ടിയത്? ജ്യോതിക്ക് കിട്ടിയത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണുന്നത് നോക്കാം. ന്യൂ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് ആണ്. ഇവിടെ ആദ്യം അൻഷുവിന്റെ കേസ് എടുക്കാം. അൻഷുവിന്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാം? അൻഷുവിന്റെ ഓൾഡ് ഷെയർ എത്രയാണത്? 3/5. 3/5 മൈനസ് എത്രയാണ് ന്യൂ സാക്രിഫൈസ്? 2/10. 2/10. ഇവിടെ നോക്കിയോക്കെ, ഇത് മൈനസ് ചെയ്യാൻ എളുപ്പമല്ല. കാരണം ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയല്ല. അപ്പൊ ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്താൽ മതി? നോമിനേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിൽ മാറ്റമില്ല. 3/5നെ ഒരേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോമിനേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഇവിടെ എത്രയാണ്? 2/10 ആണ്. ഈ 5നെ 10 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ 2 കൊണ്ട് 2 ഭാഗത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 2 എത്ര വരിക? 6 ആണ് വരിക. 5 × 2 10. അപ്പൊ 6/10 ആണ് ഈ ഒരു എമൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 6/10 മൈനസ് 2/10 എത്രയാണ് വരുന്നത്? 4/10. 4/10 ആണ് ആരുടെ ന്യൂ ഷെയർ? അൻഷുവിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ആര് കണ്ടുപിടിക്കണം? നീതുവിനെ കണ്ടുപിടിക്കണം. നീതുസ് ന്യൂ ഷെയർ. നീതുവിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 2/5 ആണ് അല്ലേ. അപ്പൊ 2/5 മൈനസ് സാക്രിഫൈസ് 1/10 ആണ്, അത് എഴുതി. ഇവിടെയും ഒരേപോലെ ആക്കണം. ഇൻറ്റു 2 മൾട്ടിപ്ലിക്കേഷൻ നടത്തി 4/10 ആണ് വരുന്നത്. ഇസ് ഈക്വൽ ടു 4/10 മൈനസ് 1/10. 1/10 ഇസ് ഈക്വൽ ടു 3/10. 3/10 ആണ് ആരുടെ ഷെയർ? ന്യൂ ഷെയർ? നീതുവിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഇപ്പൊ അൻഷുവിന്റെയും നീതുവിന്റെയും ന്യൂ ഷെയർ കിട്ടി.
ജ്യോതിയുടെ ഷെയർ നമുക്ക് ഓൾറെഡി അറിയാം, അത് എത്രയാണ്? 3/10 ആണ്. ആ 3/10 ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഇതിനെ ഒരു റേഷ്യോന്റെ ഫോമിലേക്ക് കൊണ്ടുവരാം. എങ്ങനെയാണ് ന്യൂ റേഷ്യോ എഴുതുന്നത്? ന്യൂ റേഷ്യോ ഇസ് ഈക്വൽ ടു 4/10 is to 3/10 is to അടുത്ത 3/10. ഇനി ടെന്നുകൾ എഴുതണം നിർബന്ധമില്ല, നമുക്കത് എങ്ങനെ എഴുതാം? 4:3:3. അപ്പൊ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 4:3:3 ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഇക്വേഷൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. Ram and Shyam are partners in a firm sharing profits in the ratio of 3:2. They admit Ghanshyam as a new partner. Ram surrenders 1/4 of his share and Shyam 1/3 of his share surrender in favor of Ghanshyam. Calculate new profit sharing ratio of Ram, Shyam and Ghanshyam. ഇവിടെ രാമും ശ്യാമുമാണ് രണ്ട് പാർട്ട്നേഴ്സ്. അവരുടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോ റാം ആൻഡ് ശ്യാം ഓൾഡ് പാർട്ട്നേഴ്സ് 3:2 ഓൾഡ് റേഷ്യോ. അവർ ഘനശ്യാം എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതിൽ രാം സറണ്ടർ ചെയ്യുന്നത് 1/4 ഭാഗമാണ്. 1/4 ഭാഗം ഡയറക്റ്റ് അല്ല, അയാളുടെ ഷെയറിന്റെ 1/4 ഭാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഷെയറിന്റെ 1/4 ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? അയാൾ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നത്. നമ്മളോട് ഇവിടെ 1/4 എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കില്ല. രാമിന്റെ ഷെയർ 3/5 ആണ്, അതിന്റെ 1/4 ഭാഗം. അപ്പൊ 10ൽ നിന്ന് 2 ഭാഗം ഒരാൾ കൊടുക്കാൻ തയ്യാറായി എന്ന് പറയുന്നതും 10ൽ നിന്ന് 1/10 ഭാഗം ഒരാൾ കൊടുക്കാൻ തയ്യാറായി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലെ. 10ൽ നിന്ന് 2 ഭാഗം കൊടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. 10 - 2 ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഷെയർ എത്രയാണെന്നുള്ളത് കിട്ടും. 8 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 10ൽ നിന്ന് 1/10 ഭാഗം കൊടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 10ന്റെ 1/10 എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 10 × 1/10. അതായത് 1 രൂപയാണ് എന്ത് ആ പുതിയ കൊടുക്കേണ്ട സറണ്ടർ ചെയ്യേണ്ട എമൗണ്ട്. എന്ത് ചെയ്യണം? 10ൽ നിന്ന് 1 രൂപ കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 9 രൂപ കിട്ടും. ഇങ്ങനെയാണ് ഇവിടെ ഷെയർ കണ്ടുപിടിക്കുക. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അയാളുടെ ഓൾഡ് ഷെയർ ആയ 3/5ന്റെ 1/4 ഭാഗമാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 3/5ന്റെ 1/4 എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതേപോലെ ശ്യാമിന്റെ ഷെയർ എത്രയാണ്? 2/5 ആണ്, അതിന്റെ 1/3 ഭാഗമാണ് കൊടുക്കുന്നത്. അപ്പൊ 2/5ന്റെ 1/3 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇവിടെ സറണ്ടർ ചെയ്യുന്നത് 1/4 എന്നല്ല കൊടുത്തിരിക്കുന്നത്, 1/4 ഓഫ് ഹിസ് ഷെയർ എന്നാണ്. ഈ ഒരു വാക്ക് നന്നായി മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. ഇനി എന്ത് ചെയ്യാം? റാമിന്റെ ഓൾഡ് ഷെയർ എത്രയാണെന്നുള്ളത് നോക്കാം. ഓൾഡ് ഷെയർ എത്രയാണ്? 3/5 അല്ലെ, 3/5 ആണ്. റാമിന്റെ സറണ്ടർ ചെയ്യുന്ന ഷെയർ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സറണ്ടർ ചെയ്യുന്ന ഷെയർ 3/5ന്റെ എത്ര ഭാഗമാണ്? ഇൻറ്റു 1/4 ഭാഗം, 1/4. ഇപ്പൊ എത്രയാണ് കിട്ടുന്നത്? ഇത് 3 × 1 3, 5 × 4 20, 3/20. 3/20 ആണ് ആര് സറണ്ടർ ചെയ്യുന്നത്? റാം സറണ്ടർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. എന്താണ്? ഓൾഡ് ഷെയർ കിട്ടിയിട്ടുണ്ട്, സറണ്ടർ ചെയ്യുന്നത് 3/20 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ ഒന്ന് കൊടുക്കാം. ന്യൂ ഷെയർ കാണാൻ എന്ത് ചെയ്യുക? ഓൾഡ് ഷെയർ 3/5 മൈനസ് 3/20. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണോ? അല്ല. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? 3/5 ഓൾഡ് ഷെയർ ആണ്. അയാളുടെ സറണ്ടർ ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതാണ് എത്ര? 3/20. അപ്പൊ ഈ 5നെ 20 ആക്കാനാണ് എളുപ്പം അല്ലെ. 5നെ 20 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 കൊണ്ട് ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 4/4 എത്ര കിട്ടും? 4 × 3 12/20 മൈനസ് 3/20 ഇസ് ഈക്വൽ ടു 12/20 മൈനസ് 3/20. എത്ര വരുന്നത്? 12ൽ നിന്ന് 3 പോയാൽ എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 9/20. 9/20 ആണ് ആരുടെ പുതിയ ഷെയർ? രാമിന്റെ പുതിയ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ആരെ കണ്ടുപിടിക്കണം? ശ്യാമിന്റെ പുതിയ ഷെയർ കണ്ടുപിടിക്കണം അല്ലെ.
അപ്പൊ നമുക്ക് നോക്കാം. ശ്യാമിന്റെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 2 ആണ് അല്ലെ? 2/5 ആണ്. 2/5. ഇനി അയാൾ സറണ്ടർ ചെയ്യുന്നത് എത്രയാണ് നോക്കാം. 2/5ന്റെ എത്ര പോർഷൻ ആണ്? 1/3 ഭാഗം. 1/3 എത്രയാണ് കിട്ടുന്നത്? 2/15. ശ്യാമിന്റെ ന്യൂ ഷെയർ എത്രയാ വരിക? ഓൾഡ് ഷെയർ ആയ 2/5 മൈനസ് 2/15. 2/5 മൈനസ് 2/15. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. 5 15 ആക്കാനാണ് എളുപ്പം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 3 കൊണ്ട് ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്രയാണ് വരിക? 3 × 2 6, 5 × 3 15 അല്ലെ? 6/15 മൈനസ് 2/15. 6/15 മൈനസ് 2/15 എത്ര വരിക? 4/15. 4/15. ഇതാണ് ആരുടെ പുതിയ ഷെയർ? ശ്യാമിന്റെ പുതിയ ഷെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഘനശ്യാമിന്റെ ഷെയർ എത്രയാണെന്നുള്ളത് നോക്കാം അല്ലെ? ഘനശ്യാമിന്റെ ന്യൂ ഷെയർ ആരൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നതാണ്? റാം സാക്രിഫൈസ് ചെയ്യുന്നതും ശ്യാം സാക്രിഫൈസ് ചെയ്യുന്നതുമാണ്. ഇവിടെ റാം സാക്രിഫൈസ് ചെയ്യുന്നത് എത്രയാണ്? 3/20 ആണ്. ശ്യാം സാക്രിഫൈസ് ചെയ്യുന്നത് എത്രയാണ്? 2/15 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കി നോക്കാം. റാമിന്റെ 3/20 പ്ലസ് ശ്യാമിന്റെ 2/15. ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആരുടെ ഷെയർ കിട്ടി? ഘനശ്യാമിന്റെ ന്യൂ ഷെയർ കിട്ടി. പക്ഷെ ഇവിടെ കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താണ്? ഇത് 20യും ഇത് 15ഉമാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ തൊട്ടടുത്ത നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എത്രയാണ് തൊട്ടടുത്ത നമ്പർ വരുന്നത്? ഒന്ന് നോക്കി നോക്കൂ നിങ്ങൾ. നോക്കാം നമുക്ക്. ഇവിടെ എത്രയാണ് വരുന്നത്? 60 ആണ് അല്ലെ? 15നെ 60 ആക്കാൻ എളുപ്പമാണ്. 20യെയും 60 ആക്കാൻ എളുപ്പമാണ്. 20യെ 60 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ 15നെ 60 ആക്കാൻ വേണ്ടിയിട്ട് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 3 × 3 9 വരും. 20 × 3 60 വരും. ഇതുപോലെ 2 × 4 8 വരും. 15 × 4 എന്ന് പറയുന്നത് 60 ആവും. നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത് എന്നുള്ളത്. എത്രയാണ്? 9/60 പ്ലസ് 8/60. ഇപ്പൊ ഈ വാല്യൂവിനെ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. തൊട്ടടുത്ത ഫിഗറിലേക്ക്, ഇവിടെയൊക്കെ ഫിഗർ മാറ്റാൻ എളുപ്പമായിരുന്നു. 5 15 5 20 എന്നൊക്കെ പറയുമ്പോൾ മാറ്റാൻ എളുപ്പമാണ്. ഇവിടെ 20ഉം 15ഉം ആണ്. തൊട്ടടുത്ത ഒരുപോലെയുള്ള സംഖ്യയിലേക്ക് തൊട്ടടുത്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. 15ന്റെ ഇതൊക്കെ ഓർമ്മയുണ്ടോ? പട്ടിക പഠിച്ചോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചോ? ഓർമ്മയുണ്ടോ? 15 15 × 2 30, 15 × 3 45 അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പഠിച്ചത് ഓർമ്മയുണ്ടോ? അങ്ങനെ 15 × 4 60 വരും. ഇവിടെ 20 ആണെങ്കിൽ 20 × 1 20, 20 × 2 40, 20 × 3 60. അപ്പൊ തൊട്ടടുത്ത് 2ഉം 3ഉം കൂടി എത്തിച്ചേരാൻ പറ്റുന്നത് ഏതാണ്? 60 ആണ്. 60ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 60ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 9/60 പ്ലസ് 8/60. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റേഴ്സ് തമ്മിലോട് ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ എത്ര കിട്ടും? 9/8 = 17. എത്രയാണ് വരുന്നത്? 17/60 ആണ് വരുന്നത്. ഇനി ഒരു പ്രശ്നം വരും. ഇതിനെ നേരിട്ട് നമുക്ക് റേഷ്യോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ 9/20 ആണ് വരുന്നത്. 20. ഇവിടെ 4/15. ഇവിടെ 17/60. അപ്പോഴും നമുക്ക് എന്ത് വന്നു? ഈ സെയിം പ്രശ്നം വീണ്ടും വന്നു. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുള്ളൂ? റേഷ്യോ ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്? 3:2, 3/5, 2/5. രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരുന്നു. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം അല്ലെ? ഇവിടെ നമുക്കറിയാം കോമൺ ഫാക്ടർ ഏറ്റവും അടുത്ത് വരുന്നത് ഏതാണ്? 60 ആണ്. അപ്പൊ നമുക്ക് 60ലേക്ക് ഈ 9/20നെയും 4/15നെയും ഒന്ന് കൺവേർട്ട് ചെയ്യാം. 20നെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇൻറ്റു 3/3 ചെയ്യുക. എത്ര കിട്ടും? 27/60. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? 4/15 ആണ്. ഈ 15നെ 60ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 16/60 കിട്ടും. ഇപ്പൊ നമുക്ക് ഒരുപോലെ ആയിട്ടുണ്ട് ഡിനോമിനേറ്റേഴ്സ് എല്ലാം. നമുക്ക് റേഷ്യോ എങ്ങനെ പറയാം? 27/60 16/60 17/60 എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്? 27:16:17. മനസ്സിലായോ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്തതെന്ന്? ഇതൊന്ന് നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സറണ്ടർ ചെയ്യുന്ന വാല്യൂ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കുകയല്ല, മറിച്ച് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഇത്ര പോർഷൻ സറണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ അത്രയും പോർഷൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അത് മൈനസ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഡയറക്റ്റ് ആ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ആ പോർഷൻ കണ്ടുപിടിച്ചിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാത്രമല്ല പുതിയ പാർട്ട്ണറുടെ എത്രയാണ് അയാൾക്ക് കൊടുക്കുന്ന ഷെയർ എന്ന് ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഈ പോർഷൻ കണ്ടുപിടിച്ച് ആ രണ്ടുപേരുടെയും സാക്രിഫൈസ് ചെയ്യുന്ന പോർഷനുകൾ നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, അയാളുടെ ന്യൂ ഷെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആഡ് ചെയ്ത് വന്നു, നമുക്ക് കിട്ടി ഒരു ഇക്വേഷനിലൊക്കെ പ്രൊവൈഡ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയത് എത്രയാണ്? 27/60 16/60 17/60 ആണ്. അതായത് 27:16:17. ഇതാണ് രാം, ശ്യാം ആൻഡ് ഘനശ്യാം 3 പേരുടെയും എന്ത് റേഷ്യോ? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഒരു സിറ്റുവേഷൻ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. Das and Sneha are partners in a firm sharing profits in 4:1 ratio. ദാസും സ്നേഹയുമാണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ 4:1 ആണ്. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 4:1. ഓൾഡ് പാർട്ട്നേഴ്സ് ദാസ് ആൻഡ് സ്നേഹ. അവര് ആരെ അഡ്മിറ്റ് ചെയ്യുന്നു? പോൾ എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. അവരെ ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1/4 ആണ്. അത് അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ദാസിന്റെ കയ്യിൽ നിന്നാണ് മുഴുവൻ എമൗണ്ടും അക്വയർ ചെയ്യുന്നത്. സ്നേഹയുടെ കയ്യിൽ നിന്നും ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ദാസിന്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാം. ദാസിന്റെ ഷെയറിൽ മാത്രമാണ് മാറ്റം വരുള്ളൂ. ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് ആണ് ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഓൾഡ് ഷെയർ എത്രയാണ്? 4/5 ആണ്. 4:1 അല്ലേ ഒരു ഓൾഡ് റേഷ്യോ. അപ്പോൾ ഓൾഡ് ഷെയർ 4/5 ആണ്. മൈനസ് എത്രയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? ഫുൾ എമൗണ്ട് 1/4 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആ 1/4ഉം എന്ത് ചെയ്യുന്നു? സാക്രിഫൈസ് ചെയ്യുന്നു അല്ലെ. പോളിന്റെ ഷെയർ ഇവിടെ നമുക്ക് നോക്കാം. എത്രയാണ് വരുന്നത്? 1/4 ആണ്. ഈ 1/4 അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു? ഇയാള് സാക്രിഫൈസ് ചെയ്യുന്നു. ഓക്കെ, ഈ 4/5ൽ നിന്ന് 1/4 നമ്മൾ മൈനസ് ചെയ്യണം. ഇവിടെ നമുക്ക് ആ സെയിം ഇഷ്യൂ വരുന്നുണ്ട്. എന്താണ്? നോമിനേറ്ററും ഡിനോമിനേറ്ററും സെയിം അല്ല എന്നുള്ളത്. സോറി, രണ്ടിന്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല എന്നുള്ളത്. ഇവിടെ 5 ആണ്, ഇവിടെ 4 ആണ് അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് എവിടേക്ക് എത്തിക്കാൻ പറ്റും? തൊട്ടടുത്ത കോമൺ ഫാക്ടർ എത്രയാണ്? 20 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 4 16 ആണ്. 5 × 4 20. അതുപോലെ എന്താണ്? 1 × 5 5, 4 × 5 20. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 16/20 മൈനസ് 5/20. 16/20ൽ നിന്ന് 5/20 മൈനസ് ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? 11/20. 11/20 ആണ് ദാസിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് ആരുടെ ഷെയറിനെ പറ്റിയിട്ടാണ്? സ്നേഹയുടെ ഷെയർ ആണ്. സ്നേഹയുടെ ഷെയറിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അവരെ ഓൾഡ് ഷെയർ എത്രയാണ് വരുന്നത്? 1/5 ആണ്. അതേ ഷെയർ തന്നെയാണ് സ്നേഹയുടേത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇപ്പൊ നമുക്ക് റേഷ്യോ വരുന്നത് എങ്ങനെയാണ്? 11/20, ഇവിടെ 1/5, ഇവിടെ 1/4. ഇങ്ങനെ വന്നാൽ നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. കാരണം ഇവിടെ 5 ആണ്, ഇത് ഇവിടെ 4 ആണ്, ഇവിടെ 20 ആണ്. റേഷ്യോ എഴുതണമെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഈ 1/5നെ നമുക്ക് 20യിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1/4നെയും 20യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന പണി. 1/5നെ 20യിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് നോമിനേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 4/4 എത്ര കിട്ടും? 4/20. സ്നേഹയുടെ ന്യൂ ഷെയർ 4/20 ആണ്. പോളിന്റെ ന്യൂ ഷെയർ നോക്കാം. 5 കൊണ്ട് നോമിനേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 5/20. ഇപ്പൊ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. റേഷ്യോ എത്രയാണ് വരിക? 11/20:4/20:5/20 അല്ലെ. ന്യൂ റേഷ്യോ നമുക്ക് എത്രയാണ് വരുന്നത്? നോക്കി നോക്കാം. 11/20:4/20:5/20. നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? 11:4:5. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 11:4:5 ആണ്. മനസ്സിലായോ? ഇവിടെ രണ്ട് പാർട്ട്നേഴ്സും അവരുടെ ഷെയർ സാക്രിഫൈസ് ചെയ്യുന്നില്ല. ഒറ്റ ആള് മാത്രമാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അതാരാണ്? ദാസ് ആണ്. അതൊക്കെ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിന്റെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതി വെച്ചിട്ടുള്ളതിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ദാസ് ആണ് ഫുൾ എമൗണ്ട് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ദാസിന്റെ മാത്രമാണ് കാൽക്കുലേഷൻ വരുന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം അതേ ഷെയർ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു എന്നേ ഉള്ളൂ? ഡിനോമിനേറ്റേഴ്സ് കോമൺ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള മൾട്ടിപ്ലിക്കേഷൻ, വാല്യൂവിൽ മാറ്റം വരുത്താതെ
നോമിനേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപോലെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഇതാണ് 5 സിറ്റുവേഷൻസ് നമുക്ക് ഏതിന് പഠിക്കാനുള്ളത്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ കാൽക്കുലേഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കാണുക, എന്നാലാണ് ഒന്നുകൂടി മനസ്സിലാവുള്ളൂ. താങ്ക് യു.